എസ് ക്രിയേറ്റീവിലേക്ക് സ്വാഗതം. ചട്ടയിലേക്ക് ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്മലാണ്. സാധാരണ സ്റ്റിച്ചിങ് മെഷീനിൽ വെച്ച് അടിച്ചെടുത്തതാണ്. ഇതുപോലെയുള്ള ചട്ടയിലേക്കാണ് അടിച്ചെടുത്തിട്ടുള്ളത്. 4 സൈഡ്സും അടിച്ചെടുക്കണം. 4 സൈഡ്സും സെയിം കളർ ത്രെഡ് വെച്ച് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. സെയിം കളർ ത്രെഡ് ഇല്ലെങ്കിൽ ആ ത്രെഡ് വന്നിട്ടുള്ള പ്ലേസിലൊക്കെ നമുക്ക് ജെൽ പെൻ കൊണ്ട് മാർക്ക് ചെയ്ത് അതിൻ്റെ കളർ മാറ്റിയെടുക്കാം. സ്കെച്ച് പെന്നോ ജെൽ പെന്നോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് നൂലിൻ്റെ കളർ മാറ്റി കൊടുത്താൽ മതി. ട്യൂബ് ബീഡാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ട്യൂബ് ബീഡ് ഉപയോഗിച്ചാണ് അടിയിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഡിസൈൻ വരുന്ന തുണിയാണ് എടുത്തിട്ടുള്ളത്. കോട്ടൺ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. ലൈറ്റ് വെയ്റ്റ് ആണ്. ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ചട്ടയിലേക്കാണ് കൊടുത്തിട്ടുള്ളത്. വട്ടക്കണ്ണിയൊന്നും ഉപയോഗിക്കാതെ ഡയറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കുന്നതാണ് സൂചി നൂല് ഉപയോഗിച്ച്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഷൈനിങ് ഉള്ള തുണിയിലേക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ കോട്ടൺ തുണി വേണമെങ്കിൽ കോട്ടൺ തുണിയിലും ചെയ്യാം. ഇത് കോട്ടൺ തുണിയിലേക്കാണ് ചെയ്തിട്ടുള്ളത്. ഗമ്മൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഗം അല്പം പോലും ഉപയോഗിക്കേണ്ട, ത്രെഡ് മാത്രം ഉപയോഗിച്ചാൽ മതി. സാധാരണ സ്റ്റിച്ചിങ് മെഷീനിൽ വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്യണം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഗം ഉപയോഗിക്കുമ്പോൾ അത് വലിയാനൊക്കെ നിൽക്കുന്ന ടൈം എടുക്കും. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബാക്ക് സൈഡ് ഒന്ന് മടക്കി തുന്നിയാൽ മതി കൈകൊണ്ട് തന്നെ. സ്റ്റിച്ചിങ്ങിന് ശേഷം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.